കണ്ണിനെ കാണിച്ച് തന്നെ, എന്നാൽ നീ അവിടേക്ക് കടന്നു പോകുകയില്ല. പുലർച്ചെ 4-നുണരും. പിന്നെ 1 മണിക്കൂർ സമയം പ്രാർത്ഥനയാണ്. ശേഷം ദേ ഇങ്ങനെ വായിച്ചിരിക്കും. ദൈവരികെയുള്ള താഴ്വരയിൽ അടയ്ക്കുകയെങ്കിലും. ചായ കുടി കഴിഞ്ഞാൽ മുറ്റത്തൊക്കെ ഒന്ന് നടക്കും. ഉച്ചയ്ക്ക് കൃത്യം 1-ന് ഭക്ഷണം വേണം. സമയമായോ എന്ന് ഉറപ്പിക്കാൻ ക്ലോക്കിൽ അങ്ങനെ നോക്കിയിരിക്കും. ഊണ് കഴിഞ്ഞാൽ ഒരു ഉറക്കമുണ്ട്, അതും നിർബന്ധം. പത്തനംതിട്ട മണ്ഡലത്തെ തന്നെ ഏറ്റവും പ്രായമേറിയ വോട്ടർമാരിൽ ഒരാളാണ് ശോശാമ്മ സക്കറിയ എന്ന 102 വയസ്സുള്ള വല്യമ്മച്ചി. ഞങ്ങൾ എന്തിനാ വന്നതെന്ന് മനസ്സിലായോ? വോട്ടിനല്ല, അമ്മച്ചി അല്ല, അതിൻ്റെ ഒരു അമ്മയെ കണ്ട് വയസ്സിൻ്റെ ഇതിലൊക്കെ വിവരം അറിയാൻ വന്നതാ. മക്കളും മരുമക്കളും പറയും പ്രായം 102 കണക്ക് പറഞ്ഞതിനെ ശോശാമ്മ തിരുത്തും. ഈ മക്കൾ പറയുന്ന അമ്മയ്ക്ക് 102 വയസ്സായെന്ന്. അത്ര ആയില്ലല്ലോ? 108. അവർക്ക് ഇച്ചിരി തെറ്റിപ്പോയ. ഇല്ല, 101 ആകുന്നു. 101 കഴിയും. 101 101 കഴിഞ്ഞു. 101 കഴിഞ്ഞു. ഇല്ല, മലയാള മാസ കണക്കിന് അതായില്ല. മലയാള മാസം അന്ന് വെള്ളത്തിലുള്ള അന്ന് മലയാള മാസമേ ഉള്ളൂ, ഇംഗ്ലീഷ് മാസമില്ല. അന്ന് മലയാള മാസമാണ്. അന്ന് ആ കണക്കാക്കിയാൽ അത് ഓർമ്മയാണ്. 99 വെള്ളത്തിനുള്ളതല്ലയോ? 99 വെള്ളത്തിൽ ഇടകം 29-ാം തീയതിയുള്ള. വോട്ട് ആർക്കാണെന്ന് ചോദിച്ചാൽ ചെറുപ്പക്കാർ ചിലപ്പോൾ മടിച്ചെന്ന് വരും. ഇവിടെ ചോദ്യം ഉയരുന്ന മാത്രയിൽ കിട്ടും മറുപടി. എൻ്റെ ആൻ്റണിക്ക് വോട്ട് ചെയ്യും. ഏത് ചിഹ്നമാണ് നോക്കുന്നത്? അത് കൈപ്പത്തിയുടെ ചിഹ്നം അവിടെ കാണും, അത് ചെയ്യും. ഞാൻ കമ്മ്യൂണിസ്റ്റിനെ വോട്ട് കൊടുക്കുകയുള്ളൂ. ആർക്കാ? നീ ആർക്കോ കൊടുത്തോ? എനിക്കെന്നാ? ഞാനത് ചോദിക്കുന്നത്. നീ ആർക്കാ വോട്ട് കൊടുക്കുന്നത് ഞാൻ ചോദിക്കത്തില്ല. ചന്ദനപ്പള്ളി കോട്ടപ്പുറത്ത് വീട്ടിൽ ശോശാമ്മ സക്കറിയ ഇതുവരെ ഒരു വോട്ട് പോലും വിട്ടുകളഞ്ഞിട്ടില്ല. വോട്ടിൽ ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. ഞാൻ മാറത്തില്ല. എൻ്റെ കയ്യെ പിടിച്ച് ആരെ കൊണ്ടേലും ഞാൻ ചെയ്യിക്കുകയുള്ളൂ, തന്നെ ചെയ്യത്തില്ല. ഇവരാരെങ്കിലും വരും, അവരെ കൊണ്ട് എൻ്റെ കൈക്ക് പിടിച്ച് കൈപ്പത്തിക്ക് ചെയ്യും. ഭർത്താവ് നേരത്തെ മരിച്ചു. മക്കൾ 3 പേരും സൈനിക സേവനത്തിലായിരുന്നു. അവരാകട്ടെ വിളിച്ചാൽ കേൾക്കാവുന്ന ദൂരത്തിലാണ് താമസവും. 100 കടന്ന ശോശാമ്മ വല്യമ്മയ്ക്ക് അല്പം പ്രമേഹമുണ്ടെന്നൊഴിച്ചാൽ പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളില്ല. അതുതന്നെയാണ് കുടുംബാംഗങ്ങളുടെ സന്തോഷവും. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.